മലയാള സിനിമയുടെ ഗതി മാറ്റിയ സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ വൈകാരികമായ ഓർമ്മകൾ പങ്കുവെച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാട്. ശ്രീനിവാസൻ തന്റെ സുഹൃത്ത് മാത്രമല്ല, സിനിമയുടെ ശരിയായ ദിശ കാണിച്ചു തന്ന ഗുരുനാഥൻ കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ടി.പി. ബാലഗോപാലൻ എം.എ. മുതൽ ഹൃദയപൂർവ്വം വരെയുള്ള സിനിമകളിൽ ശ്രീനിവാസൻ നൽകിയ സ്വാധീനവും വടക്കുനോക്കിയന്ത്രം, സന്ദേശം, നാടോടിക്കാറ്റ് തുടങ്ങിയ വിഖ്യാത ചിത്രങ്ങളിലെ തിരക്കഥാ വൈഭവവും സത്യൻ അന്തിക്കാട് അനുസ്മരിച്ചു. ശ്രീനിവാസൻ എന്ന നടനെ ആഘോഷിച്ച മലയാളികൾ അദ്ദേഹത്തിലെ അസാമാന്യനായ എഴുത്തുകാരനെ വേണ്ടവിധം തിരിച്ചറിഞ്ഞോ എന്ന് സംശയമാണെന്നും അദ്ദേഹമില്ലാത്ത തന്റെ സിനിമാ ജീവിതം അപൂർണമാണെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ നടന്ന ശ്രീനിവാസൻ അനുസ്മരണ ചടങ്ങിൽ ശ്രീനിവാസനുമായുള്ള ദീർഘകാലത്തെ സൗഹൃദത്തെയും സിനിമാ ജീവിതത്തെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും അടുത്ത സുഹൃത്തിനെക്കുറിച്ച് അനുസ്മരിക്കുക എന്നത് വേദനാജനകമായ കാര്യമാണെന്ന് ഞാൻ ബിനോയ് വിശ്വത്തിനോട് പറയുകയുണ്ടായി. പ്രായം കൂടുന്നതുകൊണ്ടാകാം ചില സമയങ്ങളിൽ മനസ്സ് കൂടുതൽ ഇമോഷണൽ ആകുന്നത്. ഇപ്പോൾ ശ്രീനിവാസനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടെയുള്ളതുകൊണ്ട് ആ ധൈര്യത്തിൽ അതിന്റെ ഒരു മേൽത്തട്ടിൽ നിന്ന് സംസാരിക്കാനും പെരുമാറാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചിരിക്കാനും തമാശകൾ പറയാനും കഴിയുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ അഗാധമായ ഒരു സങ്കടത്തിന്റെ പാളിയുണ്ട്. സംസാരിച്ചു വരുമ്പോൾ അത് അറിയാതെ പുറത്തേക്ക് വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ശ്രീനിവാസൻ ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാകുന്നത്. ശ്രീനിയില്ലെങ്കിൽ എന്റെ തന്നെ ഒരു ഭാഗം ഇല്ലാതാകുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ അസുഖകാലങ്ങളിലൊക്കെ ശ്രീനി കുറച്ചു ദൂരെയായാലും ഞാൻ ഇടയ്ക്ക് വന്ന് കാണുമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ വന്ന് കണ്ട് സംസാരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് തമാശകൾ പറഞ്ഞ് അതിൽ നിന്ന് ഒരു ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ മടങ്ങാറുള്ളത്. ശ്രീനിവാസൻ എന്റെ സിനിമാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ സിനിമയുടെ യഥാർത്ഥ ദിശ ഞാൻ തിരിച്ചറിഞ്ഞത്. അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന സിനിമയിലൂടെയാണ് ഞാൻ എന്റെ ട്രാക്ക് കണ്ടെത്തിയത്. ശ്രീനി ഒരേ സമയം എനിക്ക് സുഹൃത്തും ഗുരുനാഥനുമായിരുന്നു. ശ്രീനിയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് സ്വയം തിരക്കഥ എഴുതുമ്പോഴും മറ്റുള്ളവരുടെ തിരക്കഥകൾ സംവിധാനം ചെയ്യുമ്പോഴും സിനിമയുടെ നേട്ടത്തിനായി ഉപയോഗിക്കാറുള്ളത്. ശ്രീനി എഴുതാത്ത കഥകൾ പോലും ഇപ്പോൾ ഈ അവസാനം ചെയ്ത ഹൃദയപൂർവ്വം വരെ ശ്രീനിവാസനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പ്രോത്സാഹനവും കിട്ടിയതിനു ശേഷം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശ്രീനിയെക്കുറിച്ച് പറയാൻ 1000 ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ട്. ഒരു വലിയ കാലയളവിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരുടെ കൂടെ താമസിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഒരുമിച്ച് ഒരേ മുറിയിൽ താമസിച്ചിട്ടുണ്ട്. അതിന്റെ തമാശകളും വഴക്കുകളും ഉണ്ടാകാറുണ്ട്. പിറ്റേ ദിവസം ആരെങ്കിലും ഒരാൾ സോറി പറഞ്ഞ് അത് തീർക്കും. കേരളം മുഴുവൻ എന്റെ ചെറിയ മാരുതി കാറിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് വരെ ഞാനും ശ്രീനിയും സഞ്ചരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കഥയ്ക്ക് ആശയങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട്. ശ്രീനിവാസൻ ഒരു നടനായി പോയതുകൊണ്ട് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ നാം വേണ്ട വിധത്തിൽ ആഘോഷിച്ചിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മികച്ച തിരക്കഥാകൃത്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ ആ പേരുകളുടെ കൂട്ടത്തിൽ ശ്രീനിവാസനെ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമേയുള്ളൂ. നേരെ മറിച്ച് ശ്രീനി ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നു. കാരണം ശ്രീനിയെപ്പോലെ മനുഷ്യജീവിതത്തെ തൊട്ടറിഞ്ഞ് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയിൽ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും സൃഷ്ടിക്കാൻ വേറെ ആർക്കും സാധിച്ചിട്ടില്ല. അതിൽ സാഹിത്യത്തിന്റെ അനാവശ്യമായ മേൽപ്പൊടികൾ ഉണ്ടാകാറില്ല. തിരക്കഥ എന്നത് തന്നെ ഒരു വേറിട്ട സാഹിത്യ ശാഖയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. വടക്ക് നോക്കിയന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള, സന്ദേശം, തലേണമന്ത്രം, വരവേൽപ്പ്, നാടോടിക്കാറ്റ് എന്നിങ്ങനെ ശ്രീനിവാസൻ സൃഷ്ടിച്ച എത്രയെത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. ശൂന്യതയിൽ നിന്ന് പോലും നർമ്മമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും. ആർക്കും എപ്പോഴും പറയാവുന്ന സംഭാഷണങ്ങൾ ശ്രീനിവാസന്റേതായി വരുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റും. വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ തുടങ്ങിയവ വളരെ ലളിതമായ ഡയലോഗുകളാണ്. പക്ഷേ അവ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോവുകയാണ്. ഇപ്പോഴും ആളുകൾ പഴഞ്ചൊല്ലുപോലെ പറയുന്ന എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. ഇരു പാർട്ടികൾ തമ്മിൽ പ്രഥമ ദൃഷ്ട്യാ ഒരുമിച്ചാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു തുടങ്ങിയവ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. സന്ദേശം പോലൊരു സിനിമ വേറെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. ഞാനും ശ്രീനിയും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. സന്ദേശം ഇറങ്ങിയ സമയത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അന്ന് കുറച്ചുകൂടി സഹിഷ്ണുത ഉണ്ടായിരുന്നു. ഇന്ന് ചിലപ്പോൾ അതുപോലെ ആ സിനിമ സ്വീകരിക്കണമെന്നില്ല. ഇന്നും വളരെ അപൂർവം ആളുകൾ ചിത്രത്തെ കുറ്റം പറയുന്നവരുണ്ട്. അതവർക്ക് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നിരുപദ്രവമായ രീതിയിൽ ഒരു നിഷ്കളങ്കനായ വ്യക്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കാണുന്ന കാഴ്ച സിനിമയാക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നു. മോഹൻലാലിനെ പോലെ ഒരാളാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. ഇവിടെ 2-3 രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുണ്ട്. ഇവരിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാധാരണക്കാരന്റെ കഥയെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നു. ഇനി ആ സിനിമ നടക്കില്ലെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തുറന്നു പറയുന്നത്. ഞങ്ങളിത് പുറത്തു പറഞ്ഞിരുന്നില്ല. ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നു എന്നും സത്യൻ അന്തിക്കാട് പറയുന്നു.